വരുന്നത് ഒരു ബീമിൽ ഇത് കണക്ക് ചേഞ്ച് ഓഫ് സെക്ഷൻ വരുന്ന പ്രോബ്ലമാണ്. മൂന്ന് രീതിയായിരിക്കും. ഒന്നെങ്കിൽ ഫസ്റ്റ് തന്നേക്കുന്ന കണക്കുള്ള ഡയറക്റ്റ് ചേഞ്ച് ഇൻ സെക്ഷൻ ഒന്നും വരാതെ ഓവർ ഹാങ് ഒന്നും വരാത്ത കണക്കുള്ള ബീം സെക്ഷൻ, അല്ലെങ്കിൽ പിന്നെ ഓവർ ഹാങ്ങിങ് വരുന്ന ബീം സെക്ഷൻ, ഓർ ഇത് കണക്ക് ചേഞ്ച് ഇൻ സെക്ഷൻ വരുന്ന ബീം സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ സപ്പോർട്ടിൻ്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ രണ്ടിനും എന്തില്ല, ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല. പക്ഷേ നമുക്ക് ചേഞ്ച് ഇൻ സെക്ഷനിൽ ഒരു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം വരും, ഒരു വേർട്ടിക്കലും ഒരു റൊട്ടേഷനും. അത് ഓർത്തോളുക. അപ്പം R1ഉം R2ഉം ഡിഗ്രി ഓഫ് ഫ്രീഡം 2 എണ്ണം നമുക്ക് കാണും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ്. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോഡ് നമുക്ക് ഇവിടെ ചേഞ്ച് സെക്ഷനിലായിരുന്നു വന്നതെങ്കിൽ നമുക്കവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഇതിപ്പോൾ നമ്മൾ 2 ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടം തൊട്ട് ഈ ചെയിൻ സെക്ഷൻ 2i ഉള്ളിടം വരെ ഒരു സെക്ഷനായിട്ടും ഇവിടെ നിന്ന് ഇവിടെ വരെ 2 സെക്ഷനായിട്ടും. അപ്പോൾ ആ ചേഞ്ച് ഉള്ളിടത്ത് എന്തെങ്കിലും ലോഡോ മൊമെൻറ്റോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ലോഡ് വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് നമ്മൾ എഴുതാറില്ല. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് 0 ആയിരിക്കും. പക്ഷേ ഈ 25 ഡയറക്റ്റ് ബിയിലായിരുന്നു വന്നിരുന്നതെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് 0 ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വന്നിരിക്കുന്നത് AB എന്നൊരു സെക്ഷൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ FABയുടെ വാല്യൂസ് എഴുതിയേക്കുന്നത്. WL/8 എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് MFABയും MFBAയും രണ്ടും കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ വേറെ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എഴുതി. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പായിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് R1 R2 മാർക്ക് ചെയ്യുന്നു, എലമെൻ്റൽ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോഡ് മെട്രിക്സ് വേണം. അപ്പോൾ ലോഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു വേർട്ടിക്കൽ റിയാക്ഷനും ഒരു മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ തന്നെ 2 വാല്യൂസാണ് വരേണ്ടത്. അപ്പം കഴിഞ്ഞതിനൊക്കെ നമുക്ക് മൊമെൻറ്റ് മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് മാത്രമാണ് എടുത്തിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അത് മാത്രം എടുക്കാൻ പറ്റത്തില്ല, റിയാക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സും റിയാക്ഷനും വെച്ചിട്ടുള്ള ഫിഗർ മാർക്ക് ചെയ്തു. നിങ്ങൾ ഇക്വലൻ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിച്ചു കണക്ക് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഇക്വിലിബ്രിയം വരച്ചു. എന്നിട്ട് അടുത്ത നമുക്ക് വേണ്ടുന്ന അനാലിസിസ് സ്ട്രക്ചർ, നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 6.25 വരുന്നുണ്ട്, താപ്പോട്ടുള്ള ഒരു റിയാക്ഷൻ 12.5 വരുന്നുണ്ട്. അപ്പം ഇവിടെയും ഇത് താഴോട്ടുള്ള റിയാക്ഷനാണ്. നമ്മുടെ R1ഉം താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 12.5 പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. പക്ഷേ R2 ക്ലോക്ക് വൈസും 6.25 ആൻറ്റി ക്ലോക്ക് വൈസും ആയതുകൊണ്ടാണ് ഇത് -6.25 ആയിട്ട് വന്നത്. ലോഡ് മെട്രിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത യൂഷ്വൽ സ്റ്റെപ്പായിരുന്നു എന്ത്, K മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ KABയും KBCയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് ടു 2EI/L മെട്രിക്സ് 2 1 1 2. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റ് സെക്ഷന് 2i ആയതുകൊണ്ടാണ് 2EI × 2/L എഴുതിയത്. ഇവിടെ വന്നപ്പോൾ നോർമൽ 2EI/L. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മേഷൻ ആസ് എ ഡയഗണൽ മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് K മെട്രിക്സ് കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്നത് ബീറ്റ മെട്രിക്സ് ആണ്. അപ്പോൾ ബീറ്റ മെട്രിക്സ് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എലമെൻ്റൽ കോർഡിനേറ്റ്സ് ഇൻറ്റു സ്ട്രക്ചർ കോർഡിനേറ്റ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ബീറ്റ കിട്ടുന്നത്. അപ്പം ഇവിടെയും R1 1 കൊടുത്ത് R2ന് 0 കൊടുത്തുകൊണ്ടുള്ളത് ഫസ്റ്റ് കോളം വരും. നെക്സ്റ്റ് R1ന് 0യും R2ന് 1 കൊടുത്തുകൊണ്ടുള്ള സെക്കൻഡ് കോളവും വരും. അപ്പോൾ R2 ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡൗട്ടൊന്നും വരാനില്ല. ആ ജോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മെമ്പേഴ്സിൽ 1 വരും. അപ്പം 2 കോർഡിനേറ്റ്സിനും 3ക്കും 1 വന്നു, ബാക്കിയെല്ലാം 0 വന്നു. ഇനി ഒരു വേർട്ടിക്കൽ റിയാക്ഷൻ്റെ ആണ് നമ്മൾ 1 കൊടുക്കുന്നതെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ അല്ലേ വന്നേക്കുന്നത്, ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ മൊമെൻറ്റ് വാല്യൂസാണ് നോക്കുന്നത്. അപ്പം ഈ പോർഷൻ വരെയുള്ള മൊമെൻ്റാണ് നോക്കേണ്ടത്. അപ്പം എന്ത് വരും, 1/, ഈ ഡിസ്റ്റൻസാണ് വരുന്നത്. അപ്പം നിങ്ങൾ അത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ R1നാണ് 1 ആയിട്ട് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ മൊമെൻറ്റ്സ് വരുന്ന കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലെ 2 കോർഡിനേറ്റ്സിന്, പക്ഷേ 1ഉം 2 എന്നുള്ള 2 കോർഡിനേറ്റ്സിന് വരേണ്ടത് -1/L1 ആണ്. L1 എന്ന് പറയുന്നത് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. -1/L1 ആയിരിക്കണം 1നും 2നും വരേണ്ട ബീറ്റ വാല്യൂ. ഇനി 3ക്കും 4നും വരേണ്ടത് +1/L2 ആണ്. പക്ഷേ ഈ ഡിസ്റ്റൻസ് +1/L2, ഇത് മൈനസും ഇത് പ്ലസും ആണ്. അത് ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്തേക്കുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ഇങ്ങോട്ടുള്ള ഡിഫ്ലക്ഷനും ഇങ്ങോട്ടുള്ള ഡിഫ്ലക്ഷനും. ഈ ഡിഫ്ലക്ഷൻസാണ് ഈ മാർക്ക് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻസിൻ്റെ വാല്യൂസാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വൽ സ്റ്റെപ്പ് പോലെ തന്നെയാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം ബൈ യൂസിങ് ദ ഇക്വേഷൻ ബീറ്റ ട്രാൻസ്പോസ് K ബീറ്റ. അത് കഴിഞ്ഞിട്ട് K കിട്ടിക്കഴിഞ്ഞാൽ R കണ്ടുപിടിക്കുക ബൈ യൂസിങ് ഇക്വേഷൻ K ഇൻവേഴ്സ് P. പിന്നെ അത് കണക്ക് തന്നെ R കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ബൈ യൂസിങ് K ബീറ്റ R
അത് കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഫൈനൽ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഫൈനൽ മൊമെൻറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുന്നു. പിന്നെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സും ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതേ പോണക്കത്തെ ഒരു പ്രോബ്ലം വരുന്നെങ്കിൽ ചേഞ്ച് ഇൻ സെക്ഷനാണ്. പക്ഷേ ആ ചേഞ്ച് ഇൻ സെക്ഷനിലാണ് എന്ത് വന്നേക്കുന്നത്, ലോഡ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആകെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫിക്സ്ഡ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഫിക്സ്ഡ് മൊമെൻറ്റ് 0 ആകുമ്പോൾ തന്നെ ആകെ മനസ്സിലാവും എന്താ, ലോഡ് മെട്രിക്സ് നമ്മൾ എഴുതണമെങ്കിൽ ഫിക്സ്ഡ് മൊമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് എന്താ, R1ന് 10 വരും, R2ന് 0 വരും. P മെട്രിക്സ് എഴുതുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. R1ന് ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് 10 എന്ന് എഴുതാം, R2ന് എന്തെഴുതാം, 0 എന്ന് എഴുതാം. ഇതാണ് ആ ചേഞ്ച് ഇൻ സെക്ഷനിൽ ഒരു ലോഡ് വരുന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ. ബാക്കിയെല്ലാം നമ്മുടെ സെയിം സ്റ്റെപ്സ് ഇത് കണക്ക് തന്നെ. ബീറ്റ കണ്ടുപിടിക്കുമ്പോഴും അത് കണക്ക് തന്നെ -1/L1 -1/L1 1/L2 1/L2 ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ആകെ ഓർത്തുവെക്കേണ്ട കാര്യം ഇത്രയാണ്. ഒന്ന് ഫിക്സ്ഡ് മൊമെൻറ്റ് 0 ആയിരിക്കും, വേറെ എങ്ങും സ്പാനിൽ ബീം ലോഡ് വരുന്നില്ലെങ്കിൽ, ഡയറക്റ്റ് അവിടെ മാത്രമേ ലോഡ് വരുന്നുള്ളെങ്കിൽ ഫിക്സ്ഡ് മൊമെൻറ്റ് 0 ആയിരിക്കും. നമ്മുടെ R1ന് പകരം ആ വാല്യൂ തന്നെ എടുത്ത് എഴുതണം, R2ന് പകരം 0 കൊടുക്കണം. ഈ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ.